ജീവിത മഹാവൃക്ഷത്തിലെ ഇലകളാണ് ഓർമ്മകൾ. ജീവിതത്തിൽ മധുരം കിനിയുന്ന ഓർമ്മകളുമുണ്ട്, വേദന പകരുന്ന ഓർമ്മകളുമുണ്ട്. ഓർമ്മകളുടെ ഈ വൈവിധ്യസമ്പന്നമായ ലോകത്തിലേക്ക് മലയാളിയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഒരു വ്യവസായി, കലാസ്വാദകൻ, സാംസ്കാരിക പ്രവർത്തകൻ അക്ഷരങ്ങളുടെ സഹായത്തോടുകൂടി യാത്ര ചെയ്യുകയാണ്. കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച യു ടേൺ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ജീവിതഗന്ധിയായ ഓർമ്മകളുടെ സമാഹാരമാണ്. വളരെയേറെ സന്തോഷത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട അനൂപ് സാറിനെ ജനൻ ടി വിയുടെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ യു ടേൺ എന്ന ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ചില കാഴ്ചപ്പാടുകളെ അധികരിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാൻ ആരംഭിക്കുകയാണ്. യു ടേൺ എന്നാണ് ഈ ആത്മകഥയ്ക്ക് പേരിട്ടത്. ഒരർത്ഥത്തിൽ വളരെ അന്വർത്ഥമായൊരു പേര്. ഭൂതകാലത്തിലേക്കുള്ള ഒരു വലിയ യാത്ര. താങ്കളുടെ ബാല്യകാലം മുതൽ പിന്നീട് മെഡിമിക്സും മേളവും അങ്ങനെ മലയാളിയുടെ ശരീരത്തിലും മനസ്സിലും നാവിലുമൊക്കെ വലിയ ഗ്രഹാതുര സ്മരണയായ വലിയ സ്ഥാപനങ്ങൾ ആരംഭിച്ച ഒരു ചരിത്രത്തിലേക്ക് അത് വികസിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ആത്മകഥ എഴുതാൻ ഇടയായൊരു സാഹചര്യം സാറൊന്ന് സൂചിപ്പിക്കാമോ? തീർച്ചയായിട്ടും. അതും ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്. കൊറോണ കാലം നമുക്ക് തീരെ പ്രതീക്ഷിക്കാത്ത കുറേ സമയം നമുക്ക് ലഭിച്ചു. കുടുംബത്തോടു കൂടിയുള്ള ജീവിതം സന്തോഷവും ദുഃഖവും മിശ്രിതമായിരുന്നു. ആ സമയത്താണ് എനിക്ക് എന്നെ നല്ല രീതിയിലൊന്ന് തിരിഞ്ഞു നോക്കാൻ അവസരം കിട്ടിയത്. പിന്നെ ആ സമയത്ത് തന്നെയാണ് എൻ്റെ മുത്തച്ഛൻ്റെ ഒരു പുസ്തകമുണ്ട്, AC ഗോവിന്ദൻ്റെ സമാഹാരം. അതെല്ലാം വായിച്ച് ആ പുസ്തകം ഇറക്കുന്ന ഒരു തീരുമാനവും ഞാൻ എടുത്തു. ആ സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഇത്രയധികം ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നത് അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. കാരണം എനിക്ക് ഡയറി എഴുതുന്ന സ്വഭാവം ഇല്ല. അപ്പോൾ ഓരോന്ന് ഓർത്തെടുക്കുമ്പോൾ വീണ്ടും അതിനോട് കണക്റ്റഡ് ആയിട്ട് ധാരാളം ഓർമ്മകൾ വന്നു. ഓർമ്മകളുടെ ഒരു തുടർക്കണ്ണികളാണ്. ഇപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിനേക്കാളേറെ ഓർമ്മകൾ വീണ്ടും വരികയാണ്. തീർച്ചയായും അതും അടുത്ത പുസ്തകത്തിലേക്ക് അങ്ങനെ യു ടേൺ എന്ന് പേരിടുമ്പം നിലനിൽക്കുന്ന ഒരു ജീവിതയാത്രയിൽ നിന്നൊരു പിന്നാക്കം പോകലാണല്ലോ. ഞാൻ ആ അർത്ഥത്തിലല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് YOU ആണല്ലോ. ഇത് ഞാനിവിടെ ഒരു കോഴിക്കോട് തന്നെയാണ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ചീഫ് ഗസ്റ്റായിട്ട് പോയപ്പോൾ എൻ്റെ ഓർമ്മകൾ പങ്കിടാൻ വേണ്ടി വെച്ചൊരു പരിപാടിയായിരുന്നു. അവരവിടെ കൊടുത്ത പേരാണ് യു ടേൺ, ആ പ്രോഗ്രാം. അവിടെ വെച്ചാണ് എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ ബുക്കിന് നല്ല പേരാണ്. യു ടേൺ. യു ആണ്. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ട് എനിക്ക് വായിക്കുമ്പോൾ തോന്നിയ നിങ്ങളിൽ വരുന്ന മാറ്റമാണ്. അതായത് നിങ്ങൾ ഈ പുസ്തകം വായിച്ചാൽ നിങ്ങളിൽ വരുന്ന ചിന്തകൾ, എനിക്ക് തോന്നുന്ന രണ്ട് തരത്തിലും അത് ശരിയാവും. അത് തീർച്ചയായിട്ടും യു ടേൺ എന്നുള്ള അർത്ഥത്തിലും ശരിയാണ്, താങ്കൾ പറയുന്ന അർത്ഥത്തിൽ ശരിയാണ്. പക്ഷെ അതിനേക്കാളേറെ കുറച്ചുകൂടെ ഇത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ വലിയ ശുഭാപ്തി വിശ്വാസം, ഒരാത്മവിശ്വാസം ഒക്കെ പകരുന്ന ധാരാളം സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബാല്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങയുടെ ആ ബാല്യകാല ജീവിതത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ വായിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികൾ, ഒരു കാലത്ത് അനുഭവിച്ച ചില സങ്കടങ്ങൾ, അതൊക്കെ വൈകാരികമായ ഒരു ശക്തിയോടുകൂടി എഴുതിയിട്ടുണ്ട്. അതിനെ ആ കാലത്തെ ഒന്ന് വീണ്ടും ഓർത്തെടുക്കാൻ പറ്റുമോ, ഒന്ന് സംക്ഷിപ്തമായിട്ട്? ഞാൻ തൃശ്ശൂർ ജനിച്ച ആളാണ്. അപ്പോൾ അച്ഛൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എല്ലാ നഗരങ്ങളിലും ജീവിക്കാനും പഠിക്കാനും അവസരം ലഭിച്ചു. പിന്നെ ഞാനൊരു വികൃതി ആയിരുന്നു എന്നാണ് മൊത്തത്തിൽ കുടുംബത്തിലും നാട്ടുകാരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു സംസാരം. വികൃതി തന്നെ ആയിരുന്നു. പക്ഷെ ചില വികൃതി തരങ്ങൾ അതിന് കിടക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ചില കാരണങ്ങളുണ്ട്. അന്നൊന്നും ആരും തന്നെ ഈ കാരണങ്ങൾ അന്വേഷിക്കാറില്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ബാലാവകാശ നിയമം. ടീച്ചർ അതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം നമ്മൾ വായിക്കുമ്പോഴേ കുറച്ചും കൂടെ കുട്ടികളെ നമ്മൾ മനസ്സറിഞ്ഞ് അവരുടെ പ്രയാസങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ അറിഞ്ഞ്, അതായത് എനിക്ക് തോന്നുന്നു ഈ ആത്മകഥയുടെ ഒരു പ്രത്യേകത, അങ്ങയുടെ കേവലമായ സ്മരണകൾ മാത്രമായിട്ട് ഇത് പരിമിതപ്പെടുന്നില്ല. സമൂഹത്തിന് ചില സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, വിശേഷിച്ച് അധ്യാപകർക്കും. വായിക്കുന്നവർക്ക് എന്തെങ്കിലും കിട്ടണം. ഞാനത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയോ ആരുടെയും പേരെടുത്തോ അല്ല പറയുന്നത്. ആ കാലഘട്ടം അല്ല ഇന്ന്. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനൊരു ഇതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം ശിക്ഷണ രീതികളെല്ലാം മാറിയല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനത്തെ ശിക്ഷണ രീതികളും ആവശ്യമല്ലേ? അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഇപ്പം ശാസനയരുത്, കുട്ടികളെ തല്ലരുത്, അങ്ങനെയൊക്കെയുള്ള ഒരു ആശയങ്ങളും കൂടെ ഉള്ള കാലത്താണല്ലോ അങ്ങ് ഈ പഴയ സംഭവം സൂചിപ്പിക്കുന്നത്. എങ്ങനെ വേണം കുഞ്ഞുങ്ങളെ നമ്മൾ അധ്യാപകർ, വിശേഷിച്ച് മുതിർന്നവർ കൈകാര്യം ചെയ്യേണ്ടത്? അതായത് അവരുടെ ഭാഗം കേൾക്കാൻ തയ്യാറാവണമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്ത് കണ്ടാലും കുട്ടി തെറ്റ് ചെയ്തു എന്നുള്ള ചിന്തയിലാണ് ശിക്ഷ കൊടുത്തിരുന്നത്. ഇന്നത്തെ മാതാപിതാക്കളോ ടീച്ചേഴ്സോ അങ്ങനെയല്ല ചെയ്യുന്നത്. അവരുടെ ഭാഗം എന്താണെന്ന് കൂടെ കേൾക്കാനുള്ള ഒരു ക്ഷമ അവർ കാണിക്കുന്നുണ്ട്. കുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നുണ്ട്, കുഴപ്പമില്ല. അല്ലെങ്കിൽ അത് തിരുത്തേണ്ട ചില ആവശ്യങ്ങളുണ്ടെങ്കിൽ, തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നു, തെറ്റായ കൂട്ടുകെട്ടിലേക്ക് കിടക്കുന്നു, അതൊക്കെ തീർച്ചയായിട്ടും ശിക്ഷ അർഹിക്കേണ്ടതാണ്. പക്ഷേ അന്ന് എൻ്റെ അനുഭവത്തിലുണ്ടായിരുന്നതിൽ 90% ഒരു വശം മാത്രം കണ്ടുകൊണ്ട് ആണ് ശിക്ഷിക്കുന്നത്. അത് അതിക്രൂരമായി മാനസികമായി തളർത്തുന്ന വിധത്തിൽ. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ്. പക്ഷേ ഞാനത് വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ ഈ കുറിപ്പുകൾ വായിക്കുന്നത്. ഇന്ന് അച്ഛനെ അല്ലെ അമ്മയെ സുഹൃത്തുക്കളായിട്ട് കാണുന്ന ഒരു സമീപനമുണ്ടല്ലോ, അതും അത്രത്തോളം ശരിയായ ഒരു രീതിയാണോ എന്നുള്ളൊരു സംശയം ഞാനിത് വായിക്കുമ്പം മുതിർന്ന ഒരാളെന്ന നിലയിലും കൂടി അങ്ങോട്ട് ചോദിക്കുക. കാരണം അച്ഛൻ അമ്മ എന്ന് നമ്മൾ കുറച്ചും കൂടെ അവർ നമ്മളോട് ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറരുത്, പക്ഷേ നമ്മൾ അനുഭവ പരിചയം കൊണ്ടും വിവേകം കൊണ്ടും ഒക്കെ അവർ മുതിർന്നവരാണല്ലോ. അപ്പോൾ അവരെ നമ്മൾ സുഹൃത്തുക്കളായിട്ടാണോ കാണേണ്ടത്, അച്ഛനും അമ്മയായിട്ട് തന്നെയാണോ? അല്ല, അതിനെനിക്ക് പറയാനുള്ളതേ, ഇന്ന് കുട്ടികൾക്ക് പലപ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ അണുകുടുംബമായതുകൊണ്ടാണ്. അതെ. അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് അമ്മയുടെ അമ്മയുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടുകാരുണ്ട്, ആരോടെങ്കിലും വിഷമം പറയാൻ പറ്റുമായിരുന്നു. ഇന്ന് അച്ഛനും അമ്മയും ഒരു കുട്ടി, ഇതാണ് വീട്ടിലാകെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ആ ഒരു സുഹൃത്ത് ബന്ധം തന്നെയാണ് നല്ലത്. കാരണം അവർക്ക് സ്കൂളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ എന്തെങ്കിലും തെറ്റായ രീതിയിലുള്ളൊരു പെരുമാറ്റം ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ തുറന്നു പറയില്ല. അതേസമയം സുഹൃത്തുക്കളെ പോലെയാണെങ്കിൽ അത് തുറന്നു പറയാനുള്ളൊരു ധൈര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എൻ്റെ പേരക്കുട്ടികളെയൊക്കെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ പേരൻസിൻ്റെ അടുത്ത് അത് തുറന്ന് പറയുന്നുണ്ട്. അതുപോലെ എൻ്റെ മക്കൾ പോലും എന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനേക്കാളൊക്കെ കൂടുതൽ സുഹൃത്ത് ബന്ധത്തിലാണ് എൻ്റെ പേരക്കുട്ടികൾ എന്നോട് പെരുമാറുന്നത്. അതൊരു പക്ഷെ എല്ലാ അപ്പൂപ്പന്മാരും മുത്തച്ഛന്മാരും അത് ആസ്വദിക്കും. തീർച്ചയായിട്ടും എല്ലാവരും അന്നത്തെ കാലത്തും അങ്ങനെ ആയിരുന്നിരിക്കാം. പക്ഷെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ കടുപ്പമുള്ള വേദന നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, സത്യം. പക്ഷെ ആ അനുഭവങ്ങളല്ലേ, ഞാനിത് വായിക്കുമ്പോൾ ആ അനുഭവങ്ങളല്ലേ താങ്കളെ ഈ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കുന്നതിലൊരു കാരണമായത്? കാരണം അങ്ങനത്തെ വെല്ലുവിളികളും പ്രതിസന്ധികളും കയ്പ്പൻ അനുഭവങ്ങളും ഒക്കെയാണ് പലപ്പോഴും അതിനെ അതിവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയും കൂടെ തോന്നും. ഇന്നത്തെ കുട്ടികൾക്ക് വളരെ ലളിതമായിട്ടല്ലേ ജീവിതം അവരെ സംബന്ധിച്ചിടത്തോളം പോകുന്നത്. അതിനാണ് ഞാൻ എൻ്റെ NCC അനുഭവമൊക്കെ എഴുതിയത്. അതെ, അത്തരം അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഭാവിയിൽ ഇപ്പോൾ സോപ്പ് വിൽക്കാൻ പോയ സമയത്തോ അല്ലെങ്കിൽ ഫാക്ടറിയിൽ കഷ്ടപ്പെട്ട സമയത്തൊക്കെ അതിനെ നേരിടാൻ, അത്തരം പ്രതിസന്ധികൾ നേരിടാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായത് അതുകൊണ്ടാണ്. പക്ഷെ ശിക്ഷ ലഭിച്ചത് തീർച്ചയായിട്ടും ഇപ്പം എന്നെ സംബന്ധിച്ചോളം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ദുഃഖിക്കാൻ യാതൊന്നുമില്ല. പക്ഷെ അത് കൂടിപ്പോയി എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് കാലഘട്ടം മാറി. പിന്നെ ഇത് പലതും നിയമവിരുദ്ധമാണല്ലോ ഇന്ന്. കുട്ടികളെ അങ്ങനെ ശിക്ഷിക്കുന്നതോ അല്ലെങ്കിൽ മോശമായ വാക്കുകൾ വ്യക്തികളാണല്ലോ. അതാണ്. അപ്പോൾ വിദേശത്തൊക്കെ അങ്ങനെയാണല്ലോ, കുട്ടികൾ ഫോൺ ചെയ്താൽ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന കാലമാണ്. പലരും ആത്മകഥയിൽ അവരവരെ വല്ലാതെ മഹത്വവൽക്കരിച്ച് എഴുതുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ ഈ ആത്മകഥയിൽ താങ്കൾ മാത്രമല്ല കടന്നു വരുന്നത്, ധാരാളം വ്യക്തികൾ കടന്നു വരുന്നു, ജീവിത പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ടവർ കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ താങ്കൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളിൻ്റെ വലിയൊരു അനുഗ്രഹം ഈ ആത്മകഥകളിൽ ഉടനീളം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. അത് ബാല്യകാലം മുതലേ ലഭിച്ച ഒരു സാന്നിധ്യമാണോ? ആ ഗുരുദേവന്റെ ആ ഒരു സങ്കല്പം താങ്കൾ എങ്ങനെയാണ് സാമൂഹികമായിട്ടും കൂടെ ഉൾക്കൊണ്ടത്? അല്ല, അത് എൻ്റെ അച്ഛൻ്റെ അച്ഛനായാലും അമ്മയുടെ അച്ഛനായാലും എല്ലാം ഗുരുദേവനായിട്ട് അടുത്ത് ബന്ധമുണ്ടായിരുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കുട്ടിക്കാലം മുതലേ എന്നിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേൾക്കുന്ന കഥകളും അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളും ഗുരുദേവന്റെ ജീവിതവും ദർശനങ്ങളും എല്ലാം എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ യുഗപുരുഷൻ എന്ന് പറഞ്ഞ സിനിമയും നിർമ്മിക്കാൻ ഇടയായത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലൂടെ പിന്നെ അതിനുശേഷം ആ സിനിമ വന്നതിന് ശേഷം ഗുരുദേവന്റെ പല പ്രസ്ഥാനങ്ങളുമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. SNDP അങ്ങനെയല്ല ഞാൻ പറയുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത്തരം സ്ഥാപനങ്ങളുമായിട്ടാണ്.
കാരണം ഗുരുദേവൻ സത്യത്തിൽ നമ്മുടെ പാരമ്പര്യം ഉൾക്കൊണ്ട യഥാർത്ഥ സന്യാസിയും അതേസമയം തന്നെ ആധുനിക കാഴ്ചപ്പാടും ഇപ്പം അങ്ങൊരു വ്യവസായം കൂടിയാണ് ഗുരുദേവൻ. ഈ വ്യവസായത്തിൻ്റെ ഒരു പ്രാധാന്യം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, ഇങ്ങനെ ഒരു ക്രാന്തദർശിത ഉണ്ടായിരുന്ന, അപ്പം ഗുരുദേവ ദർശനവുമായിട്ട് ആ രീതിയിൽ കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്ന ആ ബന്ധം ഉള്ളിൽ കെടുന്നതാണ്. അപ്പോൾ ഒരു പക്ഷേ വലുതായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യണം തോന്നിയത്. അടുത്ത തലമുറയ്ക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടേ വലിയ തോതിൽ ആ സിനിമ സ്വീകരിക്കപ്പെടും എന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ അർഹിക്കുന്ന വിധത്തിൽ അത് സ്വീകരിക്കപ്പെട്ടില്ല എന്ന് ഇതിൻ്റെ അകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതിനെന്തായിരിക്കും കാരണം? അത് ഇന്നും ഒരു പിടി കിട്ടാത്ത ചോദ്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ MA പഠിക്കുന്ന കാലത്തോ മറ്റോ ആണ് ആ സിനിമയെക്കുറിച്ചുള്ള ആലോചനകളും. അപ്പോൾ വലിയ തോതിൽ സ്വീകരിക്കപ്പെടാവുന്നൊരു പ്രമേയം കേരളത്തിൻ്റെ പശ്ചാത്തലവും. പക്ഷെ എന്തായിരിക്കും അങ്ങനത്തെ സിനിമകൾ? ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള അത്തരം ചിത്രങ്ങളൊന്നും തന്നെ വിജയിച്ചിട്ടില്ല. ഗാന്ധി സിനിമ മാത്രം അത് വിദേശികൾ നിർമ്മിച്ചത് കൊണ്ടായിരിക്കാം അത് വിജയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് പല ഗുരുക്കന്മാരെ കുറിച്ച്, ഇപ്പോൾ തമിഴിൽ പെരിയാറിനെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന എത്രയോ വലിയ വലിയ ശങ്കരാചാര്യ കുറിച്ചാണെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് കുറെ ഉദാഹരണങ്ങളുണ്ട്. ഞാനതിങ്ങനെ എടുത്ത് നോക്കിയ എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഈ ഒരു മസാല ചേരുവകളൊന്നും ഇത്തരം സിനിമകൾക്ക് പറ്റില്ലല്ലോ. കുറെ കൂടെ പ്രബുദ്ധമായിട്ട് കാണേണ്ട ഒരു അല്ല. പക്ഷെ ഗുരുദേവന്റെ പേര് ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്നവർ, അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർ, അവരെങ്കിലും കാണണം. ഞാനതാണ് എപ്പോഴും പറയാറുള്ളത്. എനിക്ക് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കിട്ടിയ ഷാളുകൾ എന്നെ അഭിനന്ദിക്കാൻ, ആ ഷാളുകളെങ്കിലും ടിക്കറ്റിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ചിത്രം രക്ഷപ്പെടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്രയധികം അനുമോദന സ്വീകരണങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ സമയത്ത്. സിനിമയുടെ മേഖലയിലേക്ക് അങ്ങനെ ഒരു താല്പര്യം വരാൻ എന്തെങ്കിലും പ്രത്യേകിച്ച്? ഇത് തന്നെയാണ്, യുഗപുരുഷന് വേണ്ടി മാത്രമാണ് ഞാൻ AVA പ്രൊഡക്ഷൻസ് ആരംഭിക്കുന്നത്. പിന്നെ അതൊരു അതിനുശേഷവും മറ്റു പല അതിനുശേഷം അതങ്ങനെ ഇതായിപ്പോയതാണ്. അതും ആ സിനിമ കുറച്ചു കൂടുതൽ താരങ്ങളൊക്കെ ഉള്ള സിനിമയായതുകൊണ്ട് അതിനൊരു 2 വർഷത്തെ കാലതാമസം വരുന്നു മനസ്സിലായി. അപ്പോൾ സിനിമ പഠിക്കാൻ വേണ്ടി പ്രണയകാലം എന്നുള്ളൊരു ചെറിയ സിനിമയും ബിഫോർ ദ ബ്രഷ് സ്ട്രോക്ക് എന്നുള്ള ഒരു രാജാ രവിവർമ്മയെ കുറിച്ച് ഒരു ഡോക്യുമെന്ററിയും ചെയ്തു. അതിന് നിരവധി അവാർഡുകൾ കിട്ടി. അതോടൊപ്പം തന്നെ ഈ സിനിമയിലെ ചില പ്രധാനപ്പെട്ട ആളുകളുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ഇതിൻ്റെ അകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആത്മബന്ധം ഇപ്പോൾ ഒരു വ്യവസായം എന്ന നിലയിൽ കാണുക എന്നുള്ള രീതിയിലല്ലല്ലോ. ഒരു കലാസ്വാദകൻ അങ്ങയുടെ ഉള്ളിൽ, നാടക നടൻ, ഒരു സിനിമ പ്രേമി, അങ്ങനെ ഒരു കാലഘട്ടമായിട്ട് ബന്ധപ്പെടാൻ കാരണം എന്താണ്? അല്ല, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാനിതിനകത്ത് എന്നെയല്ല മഹത്വവൽക്കരിക്കുന്നത്. കാരണം എൻ്റെ മുന്നിലൂടെ കടന്നുപോയ, എൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ എനിക്ക് കൈപിടിച്ചുയർത്തിയ പലരും, എനിക്ക് പ്രചോദനം ലഭിച്ച കുറേ വ്യക്തികൾ, അത് മറ്റുള്ളവർക്ക് അറിയുന്ന മുഖമല്ല അവരുടെ. അതാണ് ഞാനിവിടെ കാണിച്ചത്. അത് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, സിനിമ ആളുകളുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അവരെല്ലാം എന്നിൽ സ്വാധീനിച്ച കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് രജനീകാന്തിനെ കുറിച്ചൊക്കെയുള്ള ഭാഗം വായിക്കുമ്പോഴേ നമ്മൾ സാധാരണ ഒരു വലിയ താരപരിവേഷമൊന്നും ഇല്ലാതെ രജനി എങ്ങനെ ജീവിച്ചു എന്ന്. അല്ല, അദ്ദേഹം വളരെ ലളിത ജീവിതം നയിക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. വളരെ വളരെ സിമ്പിളാണ്. പക്ഷെ ഞാൻ അതിനകത്ത് അവസാനം അത് എൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു മാനേജറെ കൊണ്ട് എന്നെ തിരിച്ചു വിളിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അത് നമ്മളിൽ ആർക്കും ഉണ്ടാവില്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആ മനസ്സിനെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പിന്നെ വീണ്ടും വിളിച്ച് ഇത് ഓർമ്മിപ്പിക്കുക. അതാ പറയുന്നത്. അദ്ദേഹത്തിന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. അത് നമ്മുടെ ഈ പറഞ്ഞ മെഡിമിക്സ് ഉപയോഗിക്കുന്നുള്ള ഒരു പരസ്യത്തിന് വേണ്ടിയല്ല. അതിനുശേഷം അദ്ദേഹം അതൊരു വലിയ അത്തരം ചിന്തകളുള്ള ആളുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത് ഈ പുസ്തകം വായിക്കുന്നവർ. എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ആളുകളിൽ അങ്ങൊരു സ്പിരിച്വാലിറ്റിയുടെ അംശം അങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങയോട് ആ രീതിയിൽ ഇടപെടുന്ന ആളുകൾ, സ്പിരിച്വാലിറ്റി ഏതെങ്കിലും മതമായിട്ട് ബന്ധപ്പെട്ടല്ല. എനിക്ക് മനസ്സിലായി. അത് തന്നെയാണ് ആ സ്പിരിച്വാലിറ്റി, ആ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളാണ്. ഞാൻ മോഹൻലാലിനെ കുറിച്ച് എഴുതിയതായാലും ആരും നമ്മൾ പ്രതീക്ഷിക്കില്ല അദ്ദേഹം അത്രയും കാണിച്ച സിമ്പിളായിട്ട് കാണിച്ച, മമ്മൂട്ടി കാണിച്ചതായാലും എല്ലാം എല്ലാവരെ ഒരു പരിവേഷം, എന്തോ ഒരു ദൈവികമായ ഒരു പരിവേഷം എവിടെയോ രജനീകാന്തിലാണെങ്കിലും മോഹൻലാലിലാണെങ്കിലും ഒക്കെ അങ്ങ് അതേസമയം തന്നെ അവരുടെ പച്ച മനുഷ്യത്വത്തെയാണ് ഇതിൻ്റെ അകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഈ അതിശയോക്തിയോടുകൂടി നമുക്ക് പറയാവുന്ന ചില സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് താങ്കൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. നേരായ യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പൊങ്ങച്ചങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അത് പക്ഷെ വായനക്കാരന് ചിലർക്കൊന്നും അങ്ങനെ ആയിരിക്കില്ല തോന്നിയത്. എനിക്ക് തന്നെ 1-2 സംഭവങ്ങളുണ്ടായി. എൻ്റെ പഠിക്കുന്ന കാലത്ത് ഞാൻ ടാക്സി ഓടിച്ചിരുന്നു എന്ന് എഴുതിയത്. എൻ്റെ ക്ലാസ്മേറ്റ്സിന് പോലും പലർക്കും അത് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ വൈഫ് എനിക്കൊരു മെസ്സേജ് അയച്ചു,
ഈ പുസ്തകത്തിൽ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇത് മാത്രം അതിശയോക്തിയാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ അവരത് വിശ്വസിച്ചിട്ടില്ല. അതെ, അതിശയോക്തി അല്ലെന്നും ഒരു വ്യക്തിയുടെ സത്യസന്ധമായ ചിത്രീകരണമാണെന്നും ശശി തരൂരിനെ പോലുള്ള ഒരാൾ, എനിക്ക് തോന്നിയത് ഒരു വലിയൊരു ഗുണമായിട്ട് തോന്നിയത് ഈ പുസ്തകത്തിന് ഇത്രയും ലോകവ്യാപ്തിയുള്ള ഒരാൾ അദ്ദേഹം അലസമായിട്ട് എഴുതിയൊരു ഫോർവേഡ് അല്ല, വളരെ മനസ്സിലാക്കി എഴുതിയ പോലെ എനിക്ക് തോന്നുന്നു. അത് വായിച്ചപ്പോഴേ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായ സവിശേഷതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായിട്ട് അത് എഴുതിയ പോലെ തോന്നി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ സാംസ്കാരിക മേഖലയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പം മലയാളി ക്ലബ്ബുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. അപ്പോൾ കേരളത്തിന് പുറത്ത് കേരളവും മലയാളവും എങ്ങനെയൊക്കെയാണ് സ്വീകരിക്കപ്പെടുന്നത്? അങ്ങയുടെ അനുഭവം എന്താണ്? തീർച്ചയായിട്ടും മലയാളി പരിപാടികളായാലും ഓണാഘോഷമാണെങ്കിലും എല്ലാം ഒരുപക്ഷെ ഇന്ന് കേരളത്തിലേക്കാൾ കൂടുതൽ മറുനാടൻ മലയാളികളാണ് കേരളത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്നത്. എനിക്ക് വേറൊന്ന് തോന്നിയിട്ടുള്ളത്, മലയാള ഭാഷയുടെ സ്ലാങ് ഉണ്ടല്ലോ, ഇപ്പോൾ കോഴിക്കോട് ഭാഷ, തൃശ്ശൂർ ഭാഷ അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഷ, മറുനാട്ടിൽ ഞാനത് കേൾക്കാറില്ല. മറുനാട്ടിൽ സ്ഥിരമായി താമസിക്കുന്ന മലയാളികൾക്ക് ഒരു മലയാളമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്നാണ് ഞാനും അത്ഭുതപ്പെടാറുള്ളത്. അതും അച്ചടി വടിവുള്ള, നമ്മൾ പറയാറുള്ള പോലെ കോട്ടയം ഭാഷ പോലെ പോലും തോന്നും. അതെന്തുകൊണ്ടാണെന്നുള്ളത് അവിടെ ജനിച്ചു വളർന്ന കുട്ടികളായാലും എല്ലാവർക്കും ഒരു പ്രത്യേക, എനിക്ക് തോന്നുന്നു അവർ ഈ പുസ്തകങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ വായിച്ച് പരിചയപ്പെടുന്ന, ടെലിവിഷനിലൂടെ ആയിരിക്കും ഈ സ്ലാങ്ങുകളുടെ ഭേദങ്ങളില്ലല്ലോ. അതാണ് ഒരുപക്ഷെ അതായിരിക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ മലയാള മിഷനുണ്ട്, അതിന്റെ തമിഴ്നാട്ടിന്റെ ചാപ്റ്റർ പ്രസിഡന്റാണ്. ഇപ്പൊ മലയാള ഭാഷ പഠിപ്പിക്കാനൊക്കെ ഞാൻ ധാരാളം പേര് എൻ്റെ കൂടെയുണ്ട്. അതെല്ലാവരും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. ആർക്കും ശമ്പളമോ കാര്യങ്ങളോ ഒന്നുമില്ല, സർവീസാണ്. അപ്പോൾ 100 കണക്കിന് സ്ത്രീകൾ ടീച്ചേഴ്സായി മാറുന്നു, വീട്ടമ്മമാരായ സ്ത്രീകൾ മാറുന്നു. എല്ലാം എന്തുകൊണ്ടാണ്? കേരളവും മലയാളവും ഒക്കെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അങ്ങനെ വരില്ലല്ലോ. അത് സാമാന്യ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? ഞാൻ ചോദിച്ചത് സമൂഹത്തിലെ സാമ്പത്തികമായ ഒരു ഉന്നതിയിൽ എത്തുന്നവരുടെ കൂട്ടത്തിലല്ലേ ഈ ക്ലബ്ബുകളും ഇത്തരം ക്ലബ്ബ് ശരിയാണ്, പക്ഷെ മലയാള മിഷനൊന്നും അങ്ങനെയല്ലോ. മലയാള മിഷൻ അങ്ങനെയല്ല, ഗവൺമെന്റിന്റെയും കൂടെ അല്ല. അപ്പോൾ അങ്ങനെ ഉയർന്ന കുടുംബത്തിലെ ആൾക്കാരൊന്നും ആയിരിക്കില്ലല്ലോ. പഠിക്കാൻ വരുന്നതും താഴ്ന്നതുകൊണ്ട് വളരെ ഉയർന്ന കുടുംബങ്ങളിലെ ആളുകളും പഠിക്കാൻ വരുന്നുണ്ട്. മലയാളി ക്ലബ്ബ് കുറച്ച് കുറവ്, പക്ഷെ കേരള സമാജമുണ്ട് ചെന്നൈയിൽ. കേരള സമാജമൊക്കെ വളരെ താഴ്ന്ന നിലയിലുള്ള ആളുകളുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ്. ഞാൻ അവിടെയും വളരെ സജീവമാണ്. അതെ അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ പഴക്കമുണ്ട് ഈ കേരളീയ സമാജത്തിന്. ഏറ്റവും സ്കൂളുണ്ട്, കേരള വിദ്യാലയമുണ്ട്. ഞാൻ അതിൻ്റെയും ചുമതലയുള്ള ആളാണ്. ക്യാമ്പസ് ജീവിതം, സ്കൂൾ കാലം, അത് കഴിഞ്ഞിട്ട് കോളേജ്, അങ്ങനെ വരുമ്പോഴേ വളരെ ആത്മബന്ധം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ കുറിച്ചുള്ള ചില സൂചനകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, അങ്ങേ ഗാഠമായി സ്വാധീനിച്ച അധ്യാപകർ ആരൊക്കെയാണെന്നുള്ള. സാധാരണ ഇപ്പം നമ്മളൊരു അബ്ദുൽ കലാമിൻ്റെയൊക്കെ ഒരു ആത്മകഥ വായിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അധ്യാപകർക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഞാനത് സൂചിപ്പിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു ക്ലാസ്സിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നല്ല വിദ്യാർത്ഥിയൊന്നുമല്ല. പ്രശ്നങ്ങളില്ലാതെ ഭാവമായി വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് പോകുന്നു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാര്യമായ ഒരു പ്രോത്സാഹനം എനിക്ക് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ ഡിഗ്രിക്കാണെങ്കിൽ അച്ഛൻ മരിച്ചതുകൊണ്ട് എനിക്ക് കൂടുതൽ ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ ആകസ്മികമായ കാണും. അപ്പോൾ അത് ഞാൻ എങ്ങനെയോ എൻ്റെതായൊരു രീതിയിലേക്ക് പോയി. അതുകൊണ്ട് സുഹൃത്തുക്കളുടെയും ധാരാളം സുഹൃത്തുക്കളുണ്ട്, പക്ഷെ അവരുടെ ഒന്നും എല്ലാവരുടെയും പേരൊന്നും ഞാൻ എഴുതിയിട്ടില്ല. എന്നെ എഗെയിൻ ഇപ്പം ഞാൻ അല്ലെങ്കിൽ പഠിപ്പ് മുടങ്ങുമായിരുന്നു, അങ്ങനെയുള്ള ഒരാളുടെ പേരാണ് ഞാൻ എഴുതിയത്. അദ്ദേഹം വന്ന് ക്ലാസ്സിൽ എൻ്റെ കൂടെ ഇരുന്ന് വീട്ടിൽ വന്ന് പഠിപ്പിച്ചൊക്കെയാണ് ഞാൻ പരീക്ഷ എഴുതുന്നത്. അങ്ങനെയുള്ളവരുടെ പേരെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. അധ്യാപകരുടെയും ചില പേരുകൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ NCCയിൽ എന്നെ ചേർത്ത അധ്യാപകൻ്റെ പേര്. അല്ലെങ്കിൽ NCCയിൽ എത്ര നാളുണ്ടായിരുന്നു? ഞാൻ 10ാം ക്ലാസ് ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ ക്യാപ്റ്റൻ ആയിരുന്നു സ്കൂളിൽ. ഞാനും പഴയ NCCയാണ്. NCC എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ ഇത് വായിക്കുമ്പോഴും അല്ലാതൊരു ഗ്രഹാതുരത്വം നിറഞ്ഞ ഒരു ശക്തിയായിട്ടാണ്. താങ്കൾ ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാനൊരു 8 വർഷത്തോളം NCCയിലുണ്ടായിരുന്നു. ഏറ്റവും സീനിയർ അണ്ടർ ഓഫീസറായിട്ടൊക്കെ പ്രവർത്തിച്ച ഞാനിത് വായിക്കുമ്പോഴേ പല സന്ദർഭങ്ങളിലും ഏതൊക്കെയോ ചില ആത്മബന്ധങ്ങൾ വായനക്കാർക്കൂടെ തോന്നുമല്ലോ, അവരുടെ തന്നെ ജീവിതമായിട്ടുള്ള ഒരു ഓർമ്മയായിട്ടൊക്കെ വരുന്നു. പിന്നെ ഈ കഥകൾ എഴുതിയതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ? കോളേജിൽ മത്സരം, ഓർമ്മയുടെ ദീപനാളങ്ങൾ അല്ലേ? ആ കഥ, അതിന് സമ്മാനം കിട്ടുന്നു, അത് 1ാം സമ്മാനം കിട്ടുന്നു. അങ്ങനെ പിന്നീട് കഥയുടെ ലോകത്തേക്ക് പിന്നെ പോയി. അതാണ് അത് ബിസിനസിന്റെ തിരക്കിൽ എഴുത്ത് തന്നെ എനിക്ക് എഴുതാൻ തന്നെ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ പോയി കുറേ. അതാണ് എനിക്ക്. പക്ഷേ ആത്മകഥ വായിച്ചപ്പോൾ ആ എഴുത്തുകാരൻ വീണ്ടും പുനർജനിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. താങ്ക്സ് ടു കോവിഡ്. കോവിഡ് കാലം എന്നെ നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട്.
പലതും പുതിയത് പഠിക്കാൻ പറ്റി. അപ്പം ഞാൻ ഫ്ലൂട്ട് വായിക്കാൻ തുടങ്ങി. എല്ലാം ഓൺലൈനിൽ വരെ കേട്ട് പഠിച്ചിട്ടൊക്കെയാണ് ഫ്ലൂട്ട് വായന. അത് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ബിസിനസ്സിനെ കുറിച്ചുള്ള എൻ്റെ ചിന്താഗതി തന്നെ മാറി. പണം ചെലവാക്കുന്ന കാര്യത്തിലായാലും എല്ലാത്തിലും ആ ഒരു പരിമിതിയൊക്കെ കൊണ്ടുവന്നു. ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനും ഭാവി എന്താണെന്ന് ചിന്തിക്കാനും തൊഴിലാളികളെ ഉൾക്കൊള്ളാനും എല്ലാം നമുക്ക് സാധിക്കുന്ന ഒരു മാറ്റം അത് എന്നിൽ മാത്രമല്ല പലർക്കും അതുണ്ടായി. മെഡിമിക്സ് എന്നുള്ളൊരു പേര് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിനൊരു പരിചയമൊന്നും വേണ്ട. ഞാനിപ്പം ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ എൻ്റെ മോൻ മെഡിമിക്സ് എന്ന് അവൻ എന്താണെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. അത്രമേൽ ആ പേര് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ മെഡിമിക്സ് എന്നാണല്ലോ. അപ്പോൾ ഔഷധ ഗുണമുള്ള ഒരു സോപ്പ് എന്നുള്ളൊരു കാഴ്ചപ്പാട്, വിശേഷിച്ച് അങ്ങ് ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പോലുള്ള ആശയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ലോകത്തേക്ക് വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതായത് പ്രകൃതിയോട് ചേർന്ന് മറ്റു പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ, ഇപ്പം മേളമാണെങ്കിലും അങ്ങനെ അനാവശ്യമായ കൃത്രിമമായ കാര്യങ്ങളൊന്നും ചേർത്ത് ഒരു ഹൈപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളില്ല. സഞ്ജീവനം, ഈ പേര് തന്നെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു സൂചനയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ലോകത്തേക്ക് വരാൻ കാരണം? അല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, മെഡിമിക്സ് ആരംഭിക്കുന്നത് എൻ്റെ അമ്മാവനാണ്. അപ്പോൾ അതിന് എൻ്റെ ചിന്താഗതിയിൽ വന്നതല്ല. പക്ഷേ അതിന് വൈവിധ്യവൽക്കരണം വരുന്നു. ഞാനത് AVA ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഒന്ന്, മനുഷ്യന് ആവശ്യമുള്ള, മനുഷ്യൻ്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ബിസിനസ്സിലാണ് ഞാനുള്ളത്. അതിപ്പോൾ താങ്കൾ സൂചിപ്പിച്ച മേളമാണെങ്കിലും സഞ്ജീവനമാണെങ്കിൽ അഗെയിൻ അവരുടെ ശരീരത്തിൻ്റെ അസുഖത്തിനും ചർമ്മ സംരക്ഷണത്തിനും എല്ലാത്തിനും കൂടിയാണ്. ആ സഞ്ജീവനം എന്നുള്ള പേരിട്ടത് തന്നെ, കാരണം സഞ്ജീവനി അപ്പോൾ ഇവിടെ വന്നാൽ ഒരു പുനർജന്മം ലഭിക്കും എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെയാണ് ഞാനത് ആ പേരിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനൊരു ജീവിതം അല്ലെങ്കിൽ അങ്ങനൊരു കാഴ്ചപ്പാടാണ് എൻ്റെ ബിസിനസ്സിൽ 100% ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതിനൊരു വ്യതിയാനം പലരും പല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 1000 കോടി ഉണ്ടാക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. പക്ഷേ ഞാൻ അതിനൊന്നും തയ്യാറല്ല. എനിക്ക് തോന്നുന്നത് സഞ്ജീവനം എന്നുള്ളൊരു പേരിടുന്നതിൻ്റെ പിന്നിൽ ഒരു പുനർജനി എന്നുള്ളൊരു വലിയ സങ്കല്പം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. കാരണം നിലനിൽക്കുന്ന രീതിയിൽ നിന്നൊക്കെ കുറച്ച് മാറി നമ്മുടെ വേരുകളിലേക്ക്, നമ്മുടെ പാരമ്പര്യത്തിലേക്ക്, നമ്മുടെ സംസ്കൃതിയിലേക്കൊക്കെ മടങ്ങി പോകണം. അതേസമയം തന്നെ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുന്നതായിട്ടും ഇത് വായിച്ചു വരുമ്പം കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ താങ്കൾ കുറച്ചും കൂടെ ബിസിനസ്സിനൊരു പ്രാധാന്യവും കൂടെ കൊടുക്കുന്നുണ്ട്. കാരണം താങ്കളുടെ പ്രവർത്തന മേഖല അതിലേക്ക് എത്തുന്നു. അതിൽ നിന്ന് കിട്ടിയ ജീവിതാനുഭവങ്ങൾ വിജയമന്ത്രങ്ങൾ പോലെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് സംവിധാനം ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണോ? അത് ഈ പുസ്തകം തന്നെ അതാണല്ലോ. ഇപ്പോൾ ബിസിനസ്സിലൊരു സ്റ്റാർട്ടപ്പ് കമ്പനി വരുന്ന ആളുകൾ, സിനിമാ രംഗത്തേക്ക് കടന്നു വരാൻ, ഏത് മേഖലയിലാണെങ്കിലും കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക്, സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ താല്പര്യമുള്ള അവർക്കെല്ലാം ഒരു എന്തെങ്കിലും ഒരു അനുഭവം ഇതിൽ നിന്ന് അവർക്ക് വെളിച്ചം നൽകുമെന്നുള്ളൊരു വിശ്വാസമാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, 2 വർഷം കൊണ്ട് ആയതുകൊണ്ട് പല ഓർമ്മകളും പല രീതിയിലൊക്കെയാണ് എഴുതിയത്. അത് ചട്ടക്കൂട്ടിലാക്കിയെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടിയത് ഓർഡർ. അതിനകത്ത് ഞാൻ പിന്നീട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം എനിക്ക് കുറേ ദുഃഖം വന്നിട്ടുണ്ട്. കാരണം നല്ല കുറേ കാര്യങ്ങൾ വിട്ടുപോയി, കണക്ട് ചെയ്യാൻ വിട്ടുപോയി. അതൊക്കെയാണ് ഞാനിനി വീണ്ടും വേറെ ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവരണം. പിന്നെ വ്യക്തിപരമായിട്ട് ജീവിതത്തിലെ പല കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടില്ല. എൻ്റെ വിവാഹം, എൻ്റെ കുടുംബത്തിലേക്ക് ആ ഒരു ജീവിത കഥ, അതുമായിട്ട് ബന്ധപ്പെട്ട രസകരമായ അനുഭവങ്ങളുണ്ട്. പിന്നെ ബിസിനസ്സിൽ സാധാരണ എല്ലാവരും എഴുതുന്ന കുറേ തിക്താനുഭവങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഇൻകം ടാക്സ് റെയ്ഡ് അല്ലെങ്കിൽ CBI റെയ്ഡോ അല്ലെങ്കിൽ, അപ്പോൾ ഇതെല്ലാം നേരിട്ട ആളാണ് ഞാൻ. CBI, ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, സെയിൽസ് ടാക്സ്, ഇത്തരം കോർപ്പറേറ്റ് റെയ്ഡുകളെല്ലാം അനുഭവിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അതൊക്കെ തന്നെ നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച്. എൻ്റെ കുടുംബത്തിനും അതിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ഭയപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിലൊക്കെ ഉണ്ടായ ചില രസകരമായ അനുഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും ഇതിലേക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ പുസ്തകം ഒരു നമ്മൾ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയെ കുറിച്ച് പറയാറുണ്ട്, ശബ്ദധാരാവലിയുടെ ഒരു ചെറിയ രൂപമാണ് കീശാ നിഘണ്ടു എന്ന് പറയുന്ന പോലെ AV അനൂപ് എന്ന വിജയിച്ച ഒരു വ്യവസായിയുടെ ചാരിതാർത്ഥ്യം നിറഞ്ഞ ഒരു കലാസ്വാദകൻ്റെ ഈ ഓർമ്മക്കുറിപ്പ് തീർച്ചയായിട്ടും വളരെ വിപുലമായൊരു ആത്മകഥയാവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട്. ഓർമ്മകളുടെ ഈ ചെതറിച്ചൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങ് യാന്ത്രികമായിട്ടല്ല ഇത് എഴുതിയത്, മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ എഴുതിയാണ് ഇത്. അങ്ങയുടെ ഒരു ഓർമ്മക്കുറിപ്പ് എന്നതിനപ്പുറം ഒരു കാലഘട്ടത്തിൻ്റെ വലിയ സ്മരണയായി ധാരാളം വ്യക്തികളെക്കുറിച്ചുള്ള സൂചനയായിട്ട് ഒക്കെ മാറിത്തീരുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, അങ്ങക്ക് ഇനിയും ഈ ആത്മകഥയെ വിപുലീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും
അങ്ങയുടെ ഈ കലാമേഖലയിലേക്കുള്ള കൂടുതൽ ശക്തമായൊരു മടങ്ങിവരവ്, അത് നമ്മുടെ ചെറുകഥയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പൂത്ത് തളിർത്തിനി വീണ്ടും വികസിക്കും എന്നും എനിക്ക് ഉറപ്പാണ്. തീർച്ചയായും എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനകളും ആശംസകളും ജനൻ ടി വിയുടെ പേരിൽ അങ്ങേക്ക് അർപ്പിക്കുകയാണ്. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നമസ്കാരം.